ഹലോ ഗൈസ്, എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. ഞാൻ വിചാരിച്ചിരുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഞാനപ്പോൾ ഡ്യൂട്ടിക്ക് വന്നു. ഇപ്പോൾ ഡ്യൂട്ടി ഇല്ല, ഇപ്പോൾ ഫ്രീ ടൈമാണ്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാനൊരു ഫംഗ്ഷന് പോകാൻ പോവാം. എവിടെയാണെന്നറിയാമോ? നിങ്ങൾക്ക് എന്തായാലും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലാക്കാം. നമ്മുടെ ഗംഗയുടെ ഹൗസ് വാമിംഗ് പ്രോഗ്രാമാണ്. ഹൗസ് വാമിംഗ് കഴിഞ്ഞായിരുന്നു. ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഇത് ഹൗസ് വാമിംഗ് പാർട്ടിയാണ്. അപ്പോൾ ഞാൻ ഈവനിങ് ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് അൺറെഡി. ഗെറ്റ് റെഡി ഒന്നുമില്ല, അൺറെഡി. അപ്പൊ ഞാൻ ഇപ്പൊ എത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ലൈറ്റേ ഉള്ളൂ ഇവിടെ. നമ്മളെല്ലാരും കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. കഴിച്ചിട്ട് റെഡിയാകാൻ നല്ലതല്ലേ? അവള് കുറച്ച് പാതിരാത്രി പോയിട്ട് എന്റെ കുഞ്ഞമ്മയുടെ മോന്റെ കല്യാണിയുടെ കഴിഞ്ഞു. അവന്റെ വിരുന്നായിരുന്നു. എന്നിട്ട് അമ്മ രാവിലെ വന്നാണ് ജോലി. കണ്ണ് താഴെ ഇടണം. ഒരിക്കലും ഒരു ഇതില്ലാത്ത പോലെ തോന്നുന്നു. അത് ഈ ലൈറ്റും കൂടെ കിടക്കുന്നുണ്ട്. അതപ്പോൾ ഏതുണ്ട് രണ്ടല്ലേ? പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക്ക് സെറ്റാണ്. ഞാൻ ലിപ് ലൈനർ എഴുതിയിട്ടില്ല അതുവരെ. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേറെ ബ്ലഷ്. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് കളയാൻ തോന്നുന്നില്ല. അപ്പൊ നമ്മളെല്ലാം റെഡി ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. നമ്മുടെ ജ്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഗൈസ്. സ്പ്രിംഗ് റോൾസ് ഉണ്ട് തോന്നുന്നു. ഹലോ ഗൈസ്, വേറൊന്നും പറയല്ലേ? പറയാം. ഞാൻ കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ടിന്യൂസ് അറ്റാക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. അഞ്ജന ഭയങ്കര പട്ടിച്ചോട് വന്നു തുടങ്ങി. ഇത് കാണാൻ വയ്യ. അപ്പം ഞാൻ ബ്ലോക്ക് ചെയ്യും. പാൽക്കപ്പയും നമ്മൾ കണ്ടില്ലേ? പിന്നെ അവര് വന്നിട്ട് മകളേക്ക് എങ്ങനെ ബിരിയാണി സൂപ്പർ. അന്നത്തെ ഗ്രേവി അല്ല, രാവിലത്തെ വെജ് കറി അങ്ങനെയല്ല. ഞാൻ ബീഫ് കഴിച്ചിട്ടില്ല. ബീഫ് കഴിച്ചിട്ടില്ല. പറയണ ബീഫ് കഴിച്ചിട്ടില്ല, ആദ്യം കഴിക്കുകയാണ്. അതിന്റെ എക്സ്പ്രഷനാണ് നമ്മളെല്ലാം അറിഞ്ഞൂടാ.
എനിക്കങ്ങനെ ചിക്കൻ ഈ നമുക്ക് കഷ്ണം കഴിക്കാനാ ഇഷ്ടം. ഇനി ഇത് കഴിക്കേ? അതെ, ചിക്കൻ്റെ അല്ലെങ്കിൽ പീസ് ഭയങ്കര ബൾക്കി പീസ് അല്ലേ, ഇത് ഭയങ്കര പ്രൊമോട്ട് ചെയ്യില്ല പിന്നെ പാടെടുക്കാനായിട്ട്. ബാക്കി പൊതിഞ്ഞു വെക്കാൻ ചേട്ടന്റെ വീട് എവിടെയാണോ? ഞാൻ സൈലന്റ് വ്ളോഗറാണ്. അമ്മാന്റെ ചുട്ടു ഏറ്റെടുത്തേട്ടാ ഒട്ടാത്തിന് സ്ഥലം കൊടുത്താണത്. എന്തൊക്കെ അറിയാം, എന്തോ മീൻകറി എന്തോ ചൂരക്കറിയോ കുട്ടിച്ചേട്ടാ കുട്ടിച്ചേട്ടാ കാർഡെടുത്തേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് കയറി. ഫുഡ് താഴെയായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ പോയി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ നല്ല തണലുണ്ട്. വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു, ഇപ്പോൾ നല്ല തണലുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. എന്താ പറയുക, ഭയങ്കര പ്രകൃതി ഭംഗിയാണ് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. എന്നാ അവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ. മാള്, ഇതെന്താണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യൂ, ഇതെന്താണെന്ന്. ഇതാണ് കല്ല് വിത്ത് തോരൻ. അല്ല, മാളുവിന് ഒരു മുറി സെറ്റ് ചെയ്ത് കൊടുത്ത് മാളുവിന് ഇവിടെ വച്ചേക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. ഇത് എന്റെ മുറിയാണ്. അത്രേ ഉള്ളൂ, എനിക്ക് ഇത്ര പറയാനുള്ളേ. ഇവിടെ കൂടെ ആളുകളെ മാറ്റി. നമ്മളിവിടെ ഗിഫ്റ്റിന്റെ ഡിസ്കഷൻ ആണ്. ഇവിടെ കുറെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെ ഗിഫ്റ്റ് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് കാണിച്ചാൽ. കുറെ അതിന്റെ സൈസ് ഒക്കെ വെച്ചാണ് നമ്മൾ ഈ ഗിഫ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സിഗ്മ കരയും കേട്ടോ. ഒന്നുകൂടി എത്തുമ്പോഴും ഇവിടെയാണ് ഇന്ന് വീഡിയോ എടുത്തത്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടായിട്ട് മാറിയിട്ടെ ഇത്. നല്ല ഇഷ്ടമായി ഈ സ്പോട്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈൻഡപ്പ് അടിക്കുകയാണ്. എനിക്ക് അധികം നേരം ബഹളമൊന്നും വയ്ക്കാൻ പറ്റില്ല. ഞാൻ മറ്റെല്ലാവരും വിളിച്ച് നമ്മളിങ്ങനെ സൽക്കരിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. സോ ഗൈസ്, ചച്ച ബൈ.